Hello all, welcome back to Eduooz International Academy. I'm Jasna and welcome to our German language course. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ A1 എക്സാമിനേഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. സ്പ്രെഹൻ മോഡ്യൂളിലെ സിഷ് ഫോർസ്റ്റെലൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സിഷ് ഫോർസ്റ്റെലൻ എന്നാൽ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, നിങ്ങളെ സ്വയം പരിചയപ്പെടുത്താൻ. ഓക്കെ, സോ ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ഡെയിലി ലൈഫിലും നിങ്ങൾക്കിത് വളരെയധികം ആവശ്യമുള്ളൊരു ടോപ്പിക്കാണ്. സോ സിഷ് ഫോർസ്റ്റെലൻ നമുക്ക് നോക്കാം. സിഷ് ഫോർസ്റ്റെലനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് നോക്കാം. സിഷ് ഫോർസ്റ്റെലിൻ്റെ ഇടയിൽ വരുന്ന നാമെ. നാമെ നാമ മീൻസ് നെയിം. സോ ഒരാളോട് നെയിം നാമെ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം ഫോർമൽ ആയിട്ടുള്ള രീതിയിലാണ്. ഫോർമൽ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആൻസർ പറയുമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ വി ഹൈസൻസി, വി ഹൈസൻസി, വി ഹൈസൻസി മീനിങ് വാട്ട്സ് യുവർ നെയിം, വാട്ട്സ് യുവർ നെയിം. ഓക്കെ, ഹൈസൻ ആണ് അവിടുത്തെ വെർബ്. സോ വി ഹൈസൻസി. ആൻഡ് ആയിട്ട് നമ്മൾ എന്ത് പറയും? ആൻസർ ആയിട്ട് നമ്മൾ എന്ത് പറയും? ഇഹ് ഹൈസ. ഇഹ് ഹൈസ, നിങ്ങളുടെ പേര് എന്താണോ അതവിടെ ചേർക്കാം. സോ ഇഹ് ഹൈസ ജസ്ന. സോ നിങ്ങളുടെ പേരെന്താണോ അതവിടെ ചേർക്കാം. നമുക്ക് കുറച്ച് ബൈഷ്പില മീൻസ് എക്സാമ്പിൾസ് നോക്കാം. ഇഹ് ഹൈസ മാക്സ്, ഇഹ് ഹൈസ മാക്സ്, ഐ ആം മാക്സ് അല്ലെങ്കിൽ മൈ നെയിം ഇസ് മാക്സ്. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേറെ രീതിയാണ് മൈൻ നാമ ഈസ്റ്റ് ലയ, മൈൻ നാമ ഈസ്റ്റ് ലയ. അല്ലെങ്കിൽ പറയാം നമുക്ക് ഇഹ് ബിൻ അന്ന, ഇഹ് ബിൻ അന്ന. പല രീതിയിൽ നമുക്ക് നമ്മുടെ നാമ പറയാം. ഒന്നെങ്കിൽ ഇഹ് ഹൈസ വെച്ച് പറയാം, അല്ലെങ്കിൽ മൈ നാമ ഈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം, അല്ലെങ്കിൽ ഇഹ് ബിൻ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് വി ഹൈസൻസി, വാട്ട്സ് യുവർ നെയിം, ഇഹ് ഹൈസ നമ്മുടെ പേര് പറയാം. സോ ഇഹ് ഹൈസ ജസ്ന, അല്ലെങ്കിൽ മൈ നാമ ഈസ്റ്റ് ജസ്ന, അല്ലെങ്കിൽ ഇഹ് ബിൻ ജസ്ന. സോ അവിടെ നിങ്ങളുടെ നെയിം യൂസ് ചെയ്യാം. അടുത്തൊരു ടോപ്പിക്കാണ് ഹെർകുൻഫ്റ്റ്. ഹെർകുൻഫ്റ്റ്, ഹെർകുൻഫ്റ്റ് എന്നാൽ പ്ലേസ് ഓഫ് ഒറിജിൻ. ഓക്കെ, പ്ലേസ് ഓഫ് ഒറിജിൻ അല്ലെങ്കിൽ വേർ ഡു യു കം ഫ്രം, വേർ ഡു യു കം ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹെർകുൻഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയാലോ. വൊഹെർ കോമൻ സി, വൊഹെർ കോമൻ സി. വൊഹെർ എന്നാൽ എന്താണ്? വൊഹെർ മീൻസ് ഫ്രം വെയർ, എവിടെ നിന്ന്. കോമൺ ആണ് അവിടുത്തെ വെർബ്. സോ കോമൺ മീൻസ് ടു കം. ഓക്കെ, സോ അതിന്റെ ക്വസ്റ്റ്യന്റെ മീനിങ് എന്താണ്? വേർ ഡു യു കം ഫ്രം, വൊഹെർ കോമൺ സി. സോ ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അതാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. സോ ഇഹ് കോമെ ഔസ്, ഇഹ് കോമെ ഔസ്, ഇഹ് കോമെ ഔസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഔസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഏത് പ്ലേസിൽ നിന്നാണോ വരുന്നത് അതവിടെ ആഡ് ചെയ്യാം. സോ ഇഹ് കോമെ ഔസ് കൊല്ലം, ഇഹ് കോമെ ഔസ് ഇന്ത്യൻ. ഓക്കെ, സോ ഇന്ത്യൻ എന്നാണ് ഇന്ത്യനെ പറയുന്നത്. സോ ഇന്ത്യൻ. സോ ഇഹ് കോമെ ഔസ് ഇന്ത്യൻ. ഡോച്ച്ലാൻഡിൽ ചെന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നതെങ്കിൽ ഇഹ് കോമെ ഔസ് ഇന്ത്യൻ എന്ന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ബൈഷ്പിലെ നോക്കിയാലോ. ഇഹ് കോമെ ഔസ് ഡോച്ച്ലാൻഡ്, ഐ കം ഫ്രം Deutschland, I come from India. Okay, ich komme aus Indien, ich komme aus Spanien. Okay, Spanien means Spain. Okay, so ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന രീതി. Ich komme aus വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സോ എന്താണ് ക്വസ്റ്റ്യൻ? woher kommen Sie, where do you come from? ആൻഡ് എന്താണ്? ich komme aus, I come from, നിങ്ങളുടെ പ്ലേസ് അവിടെ മെൻഷൻ ചെയ്യാം. അടുത്തത് വോണോട്ട്. വോണോട്ട്, വോണോട്ട് എന്നാൽ പ്ലേസ് ഓഫ് റെസിഡൻസ് അല്ലെങ്കിൽ വേർ ഡു യു ലീവ്, നിങ്ങൾ എവിടാണ് താമസിക്കുന്നത്. കറന്റ്ലി നിങ്ങൾ എവിടാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് ആ ചോദ്യം. സോ നമുക്ക് അതിന്റെ ചോദ്യം നോക്കിയാലോ. ഫ്രാഗെ, ഫ്രാഗെ നോക്കിയാലോ. വോ വോണൻ സി, വോ വോണൻ സി. വോ മീൻസ് വേർ, വോണൻ മീൻസ് ടു ലീവ് എന്നാണ് അതിന്റെ അർത്ഥം. വോണനാണ് അവിടുത്തെ വെർബ്. സോ വോ വോണൻ സി. അതിന്റെ ആൻഡ് വേർഡ് നമുക്ക് നോക്കിയാലോ. ഇഹ് വോണെ ഇൻ എന്താണോ അതവിടെ യൂസ് ചെയ്യാം. സോ ഇഹ് വോണെ ഇൻ ട്രിവാൻഡ്രം,
അല്ലെങ്കിൽ നമുക്ക് എന്താണോ അവിടെ യൂസ് ചെയ്യേണ്ടത് അതവിടെ പറയാം. സോ എവിടാണ് നിങ്ങൾ കറന്റ് താമസിക്കുന്നത് അതവിടെ യൂസ് ചെയ്യാം. Ich wohne in Trivandrum. അല്ലെങ്കിൽ എക്സാമ്പിൾ നോക്കിയാലോ, Ich wohne in Berlin. I live in Berlin. Ich wohne in Hamburg. I live in Hamburg. ഓക്കെ, അടുത്തതാണ് ആൾട്ടർ. ആൾട്ടർ ആൾട്ടർ മീൻസ് ഏജ്. എങ്ങനെ നമുക്ക് ഏജ് ചോദിക്കാം? സോ ഫ്രാഗെ നോക്കിയാലോ, ഫ്രാഗെ we alt since. We alt since meaning how old are you? ഓക്കെ, ആൻഡ്രോട്ട് ആയിട്ട് നമുക്ക് എന്ത് പറയാം? Ich bin, നമ്മുടെ ഏജ് എന്താണോ അതവിടെ ചേർക്ക Jahre alt. Ich bin 20 Jahre alt. Ich bin 35 Jahre alt. ഓക്കെ, സോ ഏജ് നിങ്ങൾ ഇവിടെ ചേർത്തിട്ട് വേണം സെന്റൻസ് പറയാൻ. Ich bin 16 Jahre alt. Ich bin 20 Jahre alt. Ich bin 30 Jahre alt. ഓക്കെ, സോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? We alt since. ആൻഡ്രോട്ട് എന്താണ്? Ich bin 16 Jahre alt. നിങ്ങളുടെ ഏജ് എന്താണോ അതവിടെ ചേർക്കുക. അടുത്തത് ബറൂഫ്. ബറൂഫ് മീൻസ് പ്രൊഫഷൻ. നമ്മൾക്ക് എങ്ങനെ പ്രൊഫഷൻ ചോദിക്കാം? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. Was machen Sie? Was machen Sie? What do you do? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം Was sind Sie von Beruf? Was sind Sie von Beruf? ഓക്കെ, what are you by profession എന്നാണ് അതിന്റെ അർത്ഥം. സോ നമുക്ക് എങ്ങനെ ആഡ്വേർഡ് പറയാം? നമുക്ക് Ich bin, നമ്മുടെ പ്രൊഫഷൻ എന്താണോ അവിടെ ചേർക്കാം ഫോൺ ബറൂഫ് എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്കൂൾ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റോ ആണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ നോക്കാം ഫസ്റ്റ്. സോ Ich bin Schüler. Ich bin Schüler. Ich bin Schüler എന്നാൽ I am a student. അവിടെ സ്കൂൾ സ്റ്റുഡന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. Ich bin Schüler. ഓക്കെ, ഇനി യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? Ich bin Studentin. Ich bin Studentin. ഇവിടെ സ്റ്റുഡന്റിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫീമെയിൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ടാണ് Ich bin Studentin എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ സ്കൂൾ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ ഷൂളർ എന്നും യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് എന്നും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് പഠിക്കുന്ന കാര്യത്തിലായിരുന്നു. ഇനി അടുത്തത് വർക്ക് ചെയ്യുവാണെങ്കിൽ എങ്ങനെ പറയാം? Ich arbeite als Krankenschwester. Ich arbeite als Krankenschwester. I work as a nurse. ഇവിടെ Krankenschwester എന്നാൽ ഫീമെയിൽ നഴ്സിനെയാണ് പറയുന്നത്. I work as a nurse എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Ich arbeite als, എന്താണോ നിങ്ങളുടെ പ്രൊഫഷൻ അത് ഇവിടെ ചേർക്കുക. Ich arbeite als, നിങ്ങളുടെ പ്രൊഫഷൻ അവിടെ ചേർക്കുക. Ich arbeite als Krankenschwester. അല്ലെങ്കിൽ വേറൊരു രീതിയാണ് Ich bin, എന്താണോ നിങ്ങളുടെ പ്രൊഫഷൻ അതവിടെ ചേർക്കുക. Ich bin Verkäufer. Ich bin Verkäufer. Verkäufer മീനിങ് എന്താണ്? സെയിൽസ് പേഴ്സൺ. നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ അതവിടെ ചേർക്കുക. Ich bin, നിങ്ങളുടെ പ്രൊഫഷൻ അവിടെ ചേർക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി പറയാം. Ich bin Lehrerin von Beruf. Ich bin Lehrerin von Beruf. ഓക്കെ, ഇവിടെ Lehrerin മീൻസ് ടീച്ചർ, ഫീമെയിൽ ടീച്ചറിനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലേററിന് പകരം നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ അത് അവിടെ ആഡ് ചെയ്യാം. Ich bin, നിങ്ങളുടെ പ്രൊഫഷൻ പറയാം, ഫോൺ ബറൂഫ് എന്ന് ലാസ്റ്റ് പറയാം. സോ പല രീതിയിലും നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കുക. ബെറ്റർ Ich bin, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ അതവിടെ യൂസ് ചെയ്തിട്ട് ഫോൺ ബറൂഫ് എന്ന് പറയാം. സ്കൂൾ സ്റ്റുഡന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് ക്വസ്റ്റ്യൻ? വാസ് മാഹൻ സി അല്ലെങ്കിൽ വാസ് സിൻസി ഫോൺ ബറൂഫ്. വാസ് സിൻസി ഫോൺ ബറൂഫ് എന്ന് ചോദിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതിന് ആൻഡ്വേർട്ട് ആയിട്ട് Ich arbeite als, എന്താണോ അത് ചേർക്കുക. Ich bin dash ഫോൺ ബറൂഫ് എന്ന് ചേർക്കുക. Ich bin Schüler അല്ലെങ്കിൽ Ich bin Schülerin അല്ലെങ്കിൽ Ich bin Student അല്ലെങ്കിൽ Ich bin Studentin എന്ന് യൂസ് ചെയ്യാം. അടുത്തത് ഹോബി. ഹോബി. സോ ഹോബി എങ്ങനെ നമുക്ക് ചോദിക്കാം? Was machen Sie gern? Was machen Sie gern? What do you like to do എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം Was sind Ihre Hobbys? Was sind Ihre Hobbys? സോ ഒന്നിൽ കൂടുതൽ ഹോബീസ് ഉണ്ടെങ്കിൽ നമുക്ക് Was sind Ihre Hobbys എന്ന് യൂസ് ചെയ്യാം. ഒരൊറ്റ ഹോബി ഉള്ളെങ്കിൽ നമുക്ക്
വാസ് ഈസ്റ്റ് യുവർ ഹോബി എന്ന് ചോദിക്കാം. സോ ഇവിടെ വാസ് സിന്ത് യുവർ ഹോബീസ്, വാട്ട് ആർ യുവർ ഹോബീസ്, പ്ലൂറൽ ആണ് ചോദിക്കുന്നത്. ഓക്കെ, സോ അതിന് ആൻഡ് ആയിട്ട് നമുക്ക് പല രീതിയിൽ പറയാം. വാസ് സിന്ത് യുവർ ഹോബീസ് എന്നാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് മൈന ഹോബീസ് സിന്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹോബീസ് അവിടെ ആഡ് ചെയ്യുക, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ. ഇനി ഒരു ഒറ്റ ഹോബി ഉള്ളെങ്കിലോ മൈൻ ഹോബി ഈസ്റ്റ്, മൈൻ ഹോബി ഈസ്റ്റ് ഫുട്ബോൾ, അല്ലെങ്കിൽ മൈൻ ഹോബി ഈസ്റ്റ് സിംഗൻ. ഓക്കെ, മൈ ഹോബി ഈസ് സിംഗിങ്, അല്ലെങ്കിൽ മൈ ഹോബി ഈസ് പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, അടുത്തത് വാസ് മാഹൻ സി ഗേൺ എന്ന ചോദ്യമാണെങ്കിൽ നമുക്ക് പറയാം ഇഹ് ലേസെ ഗേൺ ബ്യൂഹർ, ഇഹ് ലേസെ ഗേൺ ബ്യൂഹർ, ഐ ലൈക്ക് ടു റീഡ് ബുക്ക്. എന്താണ് നിങ്ങൾക്ക് താല്പര്യം? വാസ് മാഹൻ സി ഗേൺ, എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം? ഗേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്നാണ് അർത്ഥം. സോ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് പറയാം, ആൻസർ ആയിട്ട് പറയാം ഇഹ് ലേസെ ഗേൺ ബ്യൂഹർ. സോ അവിടെ നിങ്ങൾ ഇഹ് യൂസ് ചെയ്യാം, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വെർബായി കോൺജുഗേറ്റ് ചെയ്ത് എഴുതാം, അതിനുശേഷം ഗേൺ യൂസ് ചെയ്യാം. സോ ഇഹ് ഡാൻസ് എ ഗേൺ, ഐ ലൈക്ക് ഡാൻസിങ്. ഇഹ് സിംഗ് എ ഗേൺ, ഐ ലൈക്ക് സിംഗിങ്. സോ നിങ്ങളുടെ എന്താണോ അത് അവിടെ ആഡ് ചെയ്യുക. ഇഹ് ഹ്യോർ എ ഗേൺ മ്യൂസിക്, ഇഹ് ഹ്യോർ എ ഗേൺ മ്യൂസിക്. ഓക്കെ, ഇവിടെ ഐ ലൈക്ക് ടു ഹിയർ മ്യൂസിക് എന്നാണ് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഇഹ് ഗേ ഗേൺ ഷ്വിമൻ, ഇഹ് ഗേ ഗേൺ ഷ്വിമൻ, ഐ ലൈക്ക് ടു ഗോ ഫോർ സ്വിമ്മിങ്. ഒന്നിൽ കൂടുതൽ ഹോബീസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം മൈന ഹോബീസ് സിന്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹോബീസ് എന്താണോ അതവിടെ ചേർക്കാം. സോ എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൈന ഹോബീസ് സിന്ത് ഡാൻസൻ സിംഗൻ und kochen. മൈ ഹോബീസ് ആർ ഡാൻസിങ് സിംഗിങ് ആൻഡ് കുക്കിംഗ്. കുറെ ഹോബീസ് ഉണ്ടെങ്കിൽ ലാസ്റ്റിലത്തെ ഹോബിക്ക് മുന്നേ ഉണ്ട് ചേർക്കുക. ഉണ്ട് മീൻസ് ആൻഡ്. സോ മൈന ഹോബീസ് സിന്ത് ഡാൻസൻ സിംഗൻ und kochen. ഓക്കെ, സോ നമുക്കൊന്നുകൂടി നോക്കാം. ഹോബിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വാസ് മാഹൻ സി ഗേൺ, അല്ലെങ്കിൽ വാസ് സിന്ത് യുവർ ഹോബീസ്, അല്ലെങ്കിൽ വാസ് ഈസ്റ്റ് യുവർ ഹോബി എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാം, സിച്ച് ഫോർസ്റ്റെലൻ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ സിച്ച് ഫോർസ്റ്റെലൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഗുട്ടൻ ടാഗ് വെച്ച് ഗ്രീറ്റ് ചെയ്യാം. ഗുട്ടൻ ടാഗ്, ഗുട്ടൻ ടാഗ് മീൻസ് ഗുഡ് ഡേ. ഗുട്ടൻ ടാഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി യൂസ് ചെയ്യാം. ഇത് ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണേ ഗുട്ടൻ ടാഗ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കിയാലോ. ഒരു ബൈസ്പീൽ നോക്കാം. ഇവിടെ മാക്സ് എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്. സോ മാക്സ് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ മാക്സ്, സോ ഗുട്ടൻ ടാഗ്, ich heiße Max, ich komme aus Deutschland, ich wohne in Berlin, ich bin 17 Jahre alt, ich bin Schüler, mein Hobby ist Fußball. ഓക്കെ, ഇവിടെ മാക്സിനെ സ്വയമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. മാക്സ് പറയുന്നു ഗുട്ടൻ ടാഗ്, ich heiße Max, I am Max, ich komme aus Deutschland, I come from Deutschland, ich wohne in Berlin, I live in Berlin, ich bin 17 Jahre alt, I am 17 years old, ich bin Schüler, I am a school student, mein Hobby ist Fußball, my hobby is playing football. ഓക്കെ, സോ ഇവിടെ മാക്സിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇതേപോലെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഗുട്ടൻ ടാഗ് വെച്ച് ഗ്രീറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ സിച്ച് ഫോർസ്റ്റെലൻ പറയാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മുടെ സിച്ച് ഫോർസ്റ്റെലൻ. ഇത് നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിലും വേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. സിച്ച് ഫോർസ്റ്റെലൻ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ലൗഡും ക്ലിയറും ആയിട്ട് വേണം സംസാരിക്കാൻ. ഓക്കെ, സോ അതിൽ നിന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആണെന്ന് മനസ്സിലാകണം. സോ അത്രയേ ഉള്ളൂ. Vielen Dank.